ശുഭകാര്യങ്ങൾ അല്പം മധുരത്തിൽ നിന്നും തുടങ്ങിയാലോ? രാവിലെ കൂട്ടുകാരന്റെ കല്യാണവും ഉച്ച കഴിഞ്ഞ് മറ്റൊരു കൂട്ടുകാരന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയും ആഘോഷിച്ച വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. സുഹൃത്തിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ട്. നിയമപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടുന്ന ചടങ്ങാണ് കേട്ടോ. മുല്ലപ്പൂ മാലയാണ് ഇവർ വാങ്ങിച്ചത്. കണ്ടു നിന്ന് ഞങ്ങൾക്കും അവർക്കും അവിടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കൂട്ടുകാരനാണ്, നല്ല ചിരിയാണ്. അങ്ങനെ ചടങ്ങുകൾക്ക് ശേഷം ദാ ഇവിടെ നിന്നവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്കും മധുരം ലഡു വിതരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാനും എന്റെ മറ്റൊരു കൂട്ടുകാരനും കൂടി കൂട്ടുകാരന്റെ കുഞ്ഞിന് ഉടുപ്പെടുക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു പിസ്ത കളർ ഉടുപ്പ് കിട്ടി. അതൊന്നും വല്ല കോമഡി കേട്ടോ. ഉടുപ്പെടുത്ത് കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരന്റെ കുഞ്ഞ് ആൺകുട്ടിയാന്ന് പറഞ്ഞത്. അങ്ങനെ നേരെ കൊണ്ടായി എടുത്ത് ഉടുപ്പ് തിരിച്ചു കൊടുത്തതിന് ശേഷം ഇനി ആൺകുട്ടിക്കുള്ള ഉടുപ്പെടുക്കുവാണെങ്കിൽ അവരെല്ലാം നല്ല ചിരിയായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, രാമനാരാണെന്ന് പറഞ്ഞാണ് എന്റെ കൂട്ടുകാരൻ നിൽക്കുന്നത്. അങ്ങനെ തന്നെ ചെറുക്കനുള്ള ഉടുപ്പൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം കണ്ടത്. ഇതുവരെ അവിടെ ആളില്ലായിരുന്നു. ഞങ്ങൾ ഇതിനു ശേഷം അവിടെ ഇടിച്ചു കുത്തിയ ആളാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ ബജിക്കട വന്ന് കുറ്റൂര് അങ്ങനെ മുട്ടബജിയും മുളക് ബജിയും ഒരു ചായയും കൂടെ കുടിച്ചതിന് ശേഷം നേരെ എന്റെ വീട്ടിലേക്ക് വന്ന് അനീഷ് എന്നെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കണേ. അങ്ങനെ കുറച്ചു നേരം സിനിമയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകണം. സുഹൃത്തുക്കളെ ക്രോസ് അടച്ചിട്ടേക്ക് പോകണം. കൂട്ടുകാരൻ ഞങ്ങൾ ഞെട്ടിച്ചു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കുഞ്ഞിന്റെ ഫോട്ടോയൊക്കെ വെച്ചതിന് ശേഷം അടിപൊളിയായിട്ട് വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് കൂട്ടുകാരന്റെ കുഞ്ഞല്ല കേട്ടോ, അവിടെയുള്ള മറ്റൊരു കുഞ്ഞാണ്. കൂട്ടുകാരന്റെ കുഞ്ഞിനെ ഇപ്പം കാണിക്കാൻ സുഹൃത്തുക്കളെ. ഈ കാണുന്ന എന്റെ കൂട്ടുകാരനാണ്. ഈ കാണുന്ന കരഞ്ഞോണ്ടിരിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞ് കേട്ടോ. അങ്ങനെ തന്നെ കൂട്ടുകാരന്മാരെ മറ്റ് പഴയ പഠിച്ച കൂട്ടുകാരന്മാരെ കണ്ട് അവിടെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. തന്നെ നല്ലൊരു 2 നില കേക്കാണ് അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ മുറിക്കുന്നത് കേട്ടോ. അടിപൊളി കാഴ്ചയാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂട്ടി അവിടെ ഒരു പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. കോപ്പിറൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ സുഹൃത്തിന്റെ കൂടെ പഠിച്ച കൂട്ടുകാരന്റെ കുഞ്ഞിന്റെ ചടങ്ങ് നമ്മൾ നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, പഴയ കൂട്ടുകാരന്മാരും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അനീഷിനും എനിക്കും ഒരുപാട് സന്തോഷമായി. കൂടെയുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ പേര് അനീഷ് എന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ ചടങ്ങുകൾക്ക് ശേഷം ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുഹൃത്തുക്കളെ. ശരിക്കും ഇപ്പോൾ പഠിക്കുന്ന കൂട്ടുകാരോടല്ല, പഴയ പഠിച്ചിറങ്ങിയിട്ടുള്ള കൂട്ടുകാരെ വീണ്ടും കാണുമ്പോൾ ഉള്ള വൈബും ആ ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ടേബിളിലേക്ക് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല പാലപ്പവും നല്ല ചിക്കൻ സ്റ്റൂവും അതുപോലെ തന്നെ കട്ട്ലേറ്റ് വേണം ഉണ്ടായിരുന്നത്. കട്ട്ലേറ്റ് ഞാൻ 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ചായയും കൂടെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കൂട്ടുകാരും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ കൊച്ചു കുഞ്ഞിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ.